പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് റദ്ദാക്കിയ വിമാന സർവീസുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ മുഴുവൻ തുകയും യാത്രക്കാർക്ക് തിരിച്ചു നൽകാൻ ഉത്തരവ്. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷനാണ് വിമാന കമ്പനികൾക്കും ട്രാവൽ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയത്. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് നടപടിയെന്ന് ഏവിയേഷൻ അതോറിറ്റി വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി പറഞ്ഞു. യാത്രക്കാർക്ക് ഉപയോഗിക്കാത്ത ടിക്കറ്റുകൾക്ക് പൂർണ്ണമായ റീഫണ്ടും ഭാഗികമായി ഉപയോഗിച്ച ടിക്കറ്റുകളുടെ ഉപയോഗിക്കാത്ത ഭാഗത്തിന്റെ റീഇംബേഴ്സ്മെന്റും ലഭിക്കും. യഥാർത്ഥത്തിൽ റീഫണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും യാത്രക്കാരുടെ സമ്മതമില്ലാതെ റീബുക്ക് ചെയ്യാനോ വൗച്ചറുകൾ സ്വീകരിക്കാനോ റീഫണ്ടുകൾ ക്രെഡിറ്റാക്കി മാറ്റാനോ എയർലൈനുകളും ഏജൻസികളും ആവശ്യപ്പെടരുത്. ഉപയോഗിക്കാത്ത ഹോട്ടൽ ബുക്കിങ്ങുകൾക്കും കാർ വാടക, അധിക ബാഗേജ്, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് യാത്രാ സംബന്ധിയായ സേവനങ്ങൾക്കും യാത്രക്കാർക്ക് റീഫണ്ടുകൾ അർഹതയുണ്ട്. ഈ തുകകൾ വീണ്ടെടുക്കുന്നതിന് ട്രാവൽ ഏജൻസികൾ സേവന ദാതാക്കളുമായി ഏകോപിപ്പിക്കുകയോ റീഇംബേഴ്സ്മെന്റ് സാധ്യമല്ലെങ്കിൽ തെളിവ് നൽകുകയോ വേണം. യഥാർത്ഥ പേയ്മെന്റ് രീതി വഴിയോ യാത്രക്കാരനുമായി സംബന്ധിച്ച രീതിയിലോ റീഫണ്ടുകൾ പ്രോസസ് ചെയ്യണം. ബുക്കിംഗ് സമയത്ത് വെളിപ്പെടുത്തുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻസികൾക്ക് സേവന ഫീസ് കുറയ്ക്കാം. ഫെബ്രുവരി 28 മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ റദ്ദാക്കിയതോ ഉപയോഗിക്കാത്തതോ ആയ എല്ലാ ബുക്കിങ്ങുകൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. റീഫണ്ട് അഭ്യർത്ഥന എപ്പോൾ സമർപ്പിച്ചാലും പരിഗണിക്കാതെ തന്നെ. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.